ഹലോ രാജമൗലി സാറല്ലേ? നമുക്ക് നിങ്ങളെ ബാഹുബലിൻ്റെ കോപ്പി റൈറ്റ്സ് ഒന്ന് വേണം. അത് നമ്മളിവിടെ ഒരു പടം എടുക്കുന്നുണ്ട് നമ്മളെ തന്നെ പറ്റിയിട്ട്. ആൻഫീൽഡ് ബലി എന്നാണ് പേര്. നമ്മൾ ലിവർപൂളായിരിക്കും ബാഹുബലിൻ്റെ റോള് ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യം ഭയങ്കര രാജാക്കന്മാരായിരിക്കും പ്രീമിയർ ലീഗിൽ. കഴിഞ്ഞ സീസണിലെ കുറച്ച് കാര്യങ്ങൾ തൊട്ടിട്ടാണ് കഥ തുടങ്ങുന്നത്. പിന്നെ കട്ടപ്പയായിട്ട് അഭിനയിക്കുന്നത് അരണേ സ്ലോട്ടായിരിക്കും, നമ്മളെ മാനേജറിലെ. അരണയല്ല, മതി സ്ലോട്ട്. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര രാജാവായിരിക്കും, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. മഹിഷ്മതിയിൽ വന്നിട്ട് ആൻഫീൽഡിൽ വന്നിട്ട് നമ്മളെ ആയിരിക്കും തോൽപ്പിക്കാനാവില്ല. ആ ഒരു സെറ്റപ്പിലാണ് കഥ നമ്മൾ തുടങ്ങുക. പിന്നെ കട്ടപ്പക്ക് ചെറിയൊരു മാറ്റം വന്നു തുടങ്ങും. പൽവാൽ ദേവനായിട്ട് നമുക്ക് യുണൈറ്റഡിനെയോ മറ്റേ സിറ്റിനെയോ ആരെ വേണ്ടെങ്കിലും വെക്കാം. അത് സീനില്ല. കാലകേയം മാറിയ ഒരു വേക്കൻസി ഉണ്ട്, അത് നമുക്ക് നോക്കാം ആരും കിട്ടുമോ. നമുക്ക് കഥയിലേക്ക് വരാം. അപ്പം നമ്മളിങ്ങനെ ജയിച്ച് വരുമ്പോൾ എല്ലാവർക്കും അസൂയാവും. പിന്നെ നമ്മൾ തോക്കാൻ തുടങ്ങും. തോക്കുന്നത് നമ്മളെങ്ങനെ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ബാഹുബലി പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലൂലേ, അതേപോലെയാണ് നമ്മൾ ബോട്ടം ടേബിളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അന്നേരം അവർ പാട്ട് പാടും. നീ വന്നല്ലോ, ആ പാട്ടില്ലേ, അത് പാടണം. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒന്നുമില്ല, നോട്ടിംഗ്ഹാം ഫോറസ്റ്റല്ല, ഇപ്പം അങ്ങ് മുകളിലാന്നുള്ള ഇന്നും കിട്ടിയ അവരുടെ അടുക്കുന്ന 3 എണ്ണം, അത് വിട്. അപ്പം നമ്മളിങ്ങനെ നീ വന്നല്ലോ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും ഇങ്ങനെ പോയിന്റ് കൊടുത്തിട്ട് അതിലിടക്ക് നമ്മളെ വേറൊരു രാജ്യം ആക്രമിക്കാൻ വരും, സ്പെയിനിൽ നിന്ന്. അവരെ നമ്മൾ തോൽപ്പിക്കും. എല്ലാവരും വിചാരിക്കും നമ്മൾ മെയിനായി എന്ന്. പക്ഷേ ഇല്ല, നമ്മൾ വീണ്ടും നാട്ടിൽ വന്നിട്ട് നീ വന്നല്ലോ. ക്ലൈമാക്സ് നമുക്ക് നിങ്ങളെ ക്ലൈമാക്സ് തന്നെ മതി. കട്ടപ്പ സ്ലോട്ട് നമ്മളെ കുത്തിക്കൊല്ലുന്നേ. ചിലപ്പോൾ ഒരു വെറൈറ്റിക്ക് മഹിഷ്മതിയിലെ ആൾക്കാർ കട്ടപ്പനെ കൊല്ലും. അതും പറയാൻ പറ്റൂല. അപ്പം നമുക്ക് ബാക്കി സംസാരിക്കാം. ബാക്കി അടുത്ത കളി കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഓക്കെ, ജയ് മഹിഷ്മതി, ജയ് ആൻഫീൽഡ്. ഓക്കെ, ബൈ.